നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കാർലോ ആഞ്ചലോട്ടിക്ക് സസ്പെൻഷൻ. ലാലിഗയിൽ അടുത്ത മത്സരത്തിന് അദ്ദേഹത്തിന് ഡെഗൌട്ടിലിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് സസ്പെൻഷൻ ആയിരിക്കുകയാണ്. ഇന്നിപ്പോൾ വലൻസിയക്കെതിരെ നടന്ന മത്സരം 2-1 റയൽ മാഡ്രിഡ് പരാജയപ്പെട്ടു. ആ കളിയിൽ അദ്ദേഹത്തിന് യെല്ലോ കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതോടുകൂടി ഈ സീസണിൽ ഇപ്പോൾ അദ്ദേഹത്തിന് ലാലിഗയിൽ 5 യെല്ലോ കാർഡുകളായി. അതുകൊണ്ട് അക്യുമുലേറ്റഡ് യെല്ലോ കാർഡ് റൂൾ വെച്ച് അദ്ദേഹത്തിന് അടുത്ത മത്സരത്തിൽ ഡെഗൌട്ടിലിരിക്കാൻ പറ്റില്ല. അലാവസിനെതിരെയുള്ള അടുത്ത ലാലിഗ മത്സരമാണ് അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരിക. അതേസമയം റയൽ മാഡ്രിഡിന് അടുത്ത മത്സരം വരുന്നത് യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ കളിയാണ്. ഏപ്രിൽ 9 പുലർച്ചെ 12:30 ആഴ്സണലുമായിട്ട് ആ കളി നടക്കുന്നു. ആ കളിക്ക് അദ്ദേഹത്തിന് എന്തായാലും ഡെഗൌട്ടിലിരിക്കുക. അത് യുവേഫ ചാമ്പ്യൻസ് ലീഗാണ്. ലാലിഗയിലെ മത്സരത്തിലാണ് വിലക്ക്. ഏപ്രിൽ 13 രാത്രി ഇന്ത്യൻ സമയം 7:45 അലാവസിനെതിരെ റയലിൻ്റെ അടുത്ത ലാലിഗ മത്സരം. ആ കളി എവേ മത്സരമാണ്. ആ മത്സരത്തിന് ആഞ്ചലോട്ടി ഉണ്ടാവില്ല എന്നാണ് ഈ പറഞ്ഞതിന് അർത്ഥം. 5 യെല്ലോ കാർഡുകളായി അദ്ദേഹം ഇപ്പോൾ ഈ സീസണിൽ കാണുന്നു. എന്തായാലും ചിലരെങ്കിലും ഈ തവണത്തെ ലാലിഗ കിരീടം റയൽ കൈവിട്ട് കഴിഞ്ഞു, ആഞ്ചലോട്ടിയെ സാക്ക് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് മുറവിളി കൂട്ടുന്നുണ്ട്. എക്സിലൊക്കെ നിരവധി പോസ്റ്റുകൾ അത്തരത്തിൽ കാണുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കണക്ക് നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് പറയുകയാണ്. റയൽ മാഡ്രിഡ് ഒരിക്കലും 2 ലാലിഗ കിരീടങ്ങൾ തുടർച്ചയായിട്ട് ഒരേ മാനേജറുടെ കീഴിൽ കഴിഞ്ഞ 36 വർഷമായിട്ട് നേടിയിട്ടില്ല എന്ന് മാത്രമല്ല, ആഞ്ചലോട്ടിയും ഒരിക്കലും 2 കൺസിക്യൂട്ടീവ് ലീഗ് ടൈറ്റിൽസ് ഒരുമിച്ച് വിൻ ചെയ്തിട്ടുമില്ല. അപ്പോൾ ഈ സീസണിലെ ലാലിഗ കിരീടം റയൽ കൈവിടുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതല്ല ഓൾറെഡി കൈവിട്ട് കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നവരുണ്ട്. കാരണം ഇപ്പോൾ 30 കളി കളിച്ച റയലിന് 63 പോയിൻറ്റും 29 കളി കളിച്ച ബാഴ്സലോണക്ക് 66 പോയിൻറ്റുമാണ്. ബാഴ്സയുടെ മത്സരം ഇന്നുണ്ട്. റയൽ ബെറ്റീസുമായിട്ട് ആ കളി വിജയിച്ച 6 പോയിൻറ്റ് വ്യത്യാസത്തിലേക്ക് ബാഴ്സലോണയുടെ ലീഡ് വർദ്ധിക്കുകയും ചെയ്യും. അത് റയലിന് വലിയ തിരിച്ചടിയാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ വരാം.